നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. അയാളുടെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അയാളുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളോട് ഒരു റീയൂണിയൻ വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടാകാം, മിണ്ടിയിട്ടുണ്ടാകാം. അപ്പോൾ അയാളെ സംബന്ധിച്ച് നിങ്ങളിലേക്കൊരു റീയൂണിയൻ വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതാണ് 6 ഓഫ് വാൺസ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് സൺ കാർഡാണ്. അതായത് വളരെ പ്രതീക്ഷയോടുകൂടി അയാൾ നിങ്ങൾക്കിടയിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറിപ്പോയി, നിങ്ങൾക്കിടയിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം മാറിപ്പോയതായിട്ട് അയാൾക്ക് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇടയിൽ എന്തെല്ലാം നെഗറ്റിവിറ്റീസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം മാറിപ്പോയി എന്ന് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോൾ എന്തെല്ലാം ട്രോമാസ്, എന്തെല്ലാം ബാഡായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചോ അവിടെയെല്ലാം ഒരു ഹീലിംഗ് നടന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എല്ലാം എവറിത്തിങ് ഈസ് ഫൈൻ, ഓൾ ഈസ് വെൽ എന്ന് വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 7 ഓഫ് വാൺസ് പറയുന്നത് അയാൾ ശരിക്കും അയാളുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് അയാൾ തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് ആ ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അയാൾക്ക് ശരിക്കും ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറിപ്പോയി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ പോവുകയാണ് എന്നൊക്കെ തോന്നുമ്പോഴും ഒരു നെഗറ്റീവ് ചിന്തയുണ്ട്, എങ്ങനെയാണ് ഈ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് പുറത്ത് കടക്കുക. കാരണം അയാളായിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ബൗണ്ടറിയാണ്, അയാൾക്ക് അതിനുള്ളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ ഇത് കാലം കരുതി വെച്ചിട്ടുള്ളൊരു ഒരു പ്രശ്നമായിരുന്നു നിങ്ങൾക്കിടയിൽ, ഒരു കർമ്മയായിരുന്നു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ആ കർമ്മ ക്ലിയർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ആ കർമ്മ വീൽ ഓഫ് ഫോർച്യൂൺ കാരണമാണ് നിങ്ങൾ അകന്നു നിന്നത്. ഇപ്പോൾ അത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്, നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് അയാൾ വിചാരിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിക്കും സ്റ്റക്കായിരിക്കും. അയാൾക്കും പെട്ടെന്ന് ഒരു തീരുമാനം, അയാളുടെ മനസ്സുകൊണ്ട് ചിന്തകളിൽ അയാൾ കർമ്മയുണ്ടായിരുന്നു, അത് ക്ലിയറായി, റീയൂണിയൻ നടക്കണം, എല്ലാ ഇമ്പ്യൂരിറ്റീസും പോയിട്ടുണ്ട്, ബാക്ക് ടു നോർമൽ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും അയാൾക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അയാൾക്കിപ്പോഴും ആ നെഗറ്റീവ് ചിന്തകൾ അയാൾ ഇപ്പോഴും ഭരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അയാൾക്കൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ തൊട്ട് മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് വളരെ വലിയൊരു ട്രോമ ഉണ്ടാക്കിയിട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ 2 പേരും വീണു പോയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് മുന്നോട്ട് വരാൻ ഭയമുള്ളതായിട്ടാണ് കാണുന്നത്. മുൻപുണ്ടായ കാര്യങ്ങൾ കൊണ്ട് അയാൾക്ക് ഭയമുള്ളതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അയാൾ കുറച്ച് ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ.